എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക് ഓഗസ്റ്റ് വാഗ്ദാനം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അച്ചുതണ്ട് ശക്തികൾ വൻ മുന്നേറ്റം നടത്തി. 1940 ജൂൺ മാസത്തോടെ പടിഞ്ഞാറൻ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ജർമ്മനിയുടെ പിടിയിലായി. ബ്രിട്ടന്റെ സുരക്ഷിതത്വത്തിന് പോലും വെല്ലുവിളി ഉയർത്തുന്ന ഈ സാഹചര്യത്തിൽ ബ്രിട്ടൻ ഇന്ത്യയുടെ സഹായം ആഗ്രഹിച്ചു. ഈ ലക്ഷ്യത്തോടെ ചില വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന വൈസ്രോയ് 1908 ഓഗസ്റ്റിന് പുറത്തിറക്കി. ഇതിനെ ഓഗസ്റ്റ് വാഗ്ദാനം അഥവാ ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതിൽ 4 നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ നേതാക്കന്മാരെ ഉൾപ്പെടുത്തി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിനെ വിപുലീകരിക്കാം, ബ്രിട്ടീഷ് ഇന്ത്യയിലെയും നാട്ടുരാജ്യങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യുദ്ധോപദേശക സമിതി രൂപീകരിക്കാം, യുദ്ധം അവസാനിച്ചതിനു ശേഷം ഇന്ത്യക്കാർക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാം, ന്യൂനപക്ഷങ്ങൾക്ക് വെയിറ്റേജ് അനുവദിക്കാം. കേന്ദ്രത്തിൽ ഒരു താത്കാലിക ഗവൺമെൻറ് രൂപീകരിക്കണമെന്ന ആവശ്യത്തെ ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ പരിഗണിച്ചിരുന്നില്ല. അതിനാൽ കോൺഗ്രസ് അതിനെ നിരാകരിച്ചു. കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന മൗലാന ആസാദ് വൈസ്രോയെ കണ്ട് വാഗ്ദാനത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ പോലും വിസമ്മതിച്ചു. പാകിസ്ഥാൻ ഡിമാൻഡ് അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ മുസ്ലിങ്ങളും ആഗസ്റ്റ് വാഗ്ദാനത്തെ നിരാകരിച്ചു. സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള കോൺഗ്രസിലെ ഇടതുപക്ഷക്കാർ ഇന്ത്യയെ വിമോചിപ്പിക്കുന്നതിനായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ബഹുജന സമരം സംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ യുദ്ധസന്നാഹങ്ങളെ അവതാളത്തിലാക്കുന്ന ഒരു പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ഒരുമ്പെടരുതെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. ഈ സാഹചര്യത്തിൽ പരിമിതമായ തോതിൽ ഒരു വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആഹ്വാനമേകി. സത്യാഗ്രഹമനുഷ്ഠിച്ച ആദ്യത്തെ നേതാവ് വിനോബ ഭാവെ ആയിരുന്നു. അദ്ദേഹത്തെ പിന്തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തു. 1941 ഉദ്ദേശം 25,000 പേർ ജയിലിലടയ്ക്കപ്പെട്ടു. അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ